ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. ഇന്ന് ലെസൺ 7 ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച ഉത്തരങ്ങളുടെ കുറച്ച് പേര് ചില കാര്യങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നീ അവളെ കണ്ടോ? ഇങ്ങനെ പറയും, ഡിഡ് യു സീ ഹർ? അവള് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ? വാസ് ഷീ ലുക്കിംഗ് അറ്റ് മീ? അപ്പോൾ പാസ്റ്റിലൊരു സമയത്ത് ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? ആരെയാ നീ കണ്ടത്? ഇത് പലരും ഹൂം ഡിഡ് യു സീ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ആൻസേഴ്സ്. ഇതിന് നമ്മൾ കാഷ്വൽ കോൺവെർസേഷൻസിൽ അല്ലെങ്കിൽ നാച്ചുറൽ കോൺവെർസേഷനിൽ നമ്മൾ ഹൂ ഡിഡ് യു സീ എന്നേ ഉപയോഗിക്കാറുള്ളൂ. അതെന്താ അങ്ങനെ? ഹൂം ഡിഡ് യു സീ തെറ്റാണോ? അല്ല, തെറ്റല്ല കേട്ടോ, ടെക്നിക്കലി കറക്റ്റാണ്. ഫോർമൽ റൈറ്റിങ്ങിലൊക്കെ നമ്മൾ ഹൂം യൂസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മൾ കാലം കഴിയുന്നോറും ഭാഷകൾ കുറേ ഇവോൾവ് ചെയ്യുന്നില്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ ഹൂമൊന്നും സാധാരണ കോൺവെർസേഷൻസിലോ അല്ലെങ്കിൽ ജനറൽ ഡിസ്കഷൻസിലോ ഒന്നും ഉപയോഗിക്കാറില്ല, ഹൂ ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല, പക്ഷെ ഇവിടെ ഈ സ്പെസിഫിക് കേസിൽ നമുക്ക് ആരെ കണ്ടതെന്ന് പറയാൻ ഹൂ ഡിഡ് യു സീ എന്ന് മതി കേട്ടോ. ഹൂം തെറ്റല്ല കേട്ടോ, അതുകൊണ്ട് നോട്ട് ചെയ്യണം. പക്ഷെ കേൾക്കില്ല നമ്മൾ കോമൺ ആയിട്ട്. ഞാൻ വിളിച്ചപ്പോൾ നീ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ? വാട്ട് വർ യു ഡൂയിങ് വെൻ ഐ കോൾഡ്? ഇതിൽ കുറച്ച് നമ്മുടെ വേറെ ലെസൺസ് ഒക്കെ കണ്ട ഒരാൾ ചോദിച്ചിരുന്നു, വാട്ട് ഹാഡ് യു ബീൻ ഡൂയിങ്ങോ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടൊരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരു സ്പെസിഫിക് സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ സമയം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് സംഭവിച്ച എന്തെങ്കിലും കാര്യം, ഇവിടെ അങ്ങനെയല്ലേ, വെൻ ഐ കോൾഡ്, ആ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയണമെങ്കിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് മാത്രം മതി കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ ഫോക്കസ് ആക്ഷനിലാണ്. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും, അതിൽ കൂടുതൽ ഫോക്കസ് എന്തിലാണെന്ന് വെച്ചാൽ ആ ഡ്യൂറേഷനിലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് പഠിക്കാൻ പോണത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും ആൾക്കാരെ കുറേ കുഴപ്പിക്കുന്ന ഒരു ടെൻസാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇത് പ്രസൻറ്റ് ടെൻസ് ആണെന്നുള്ളത് തന്നെ ഒരു ഇത്തിരി കൺഫ്യൂസിങ് ആണ്. കാരണം പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാലും പാസ്റ്റിൽ നടന്ന ആക്ഷൻസിൻ്റെ എഫക്റ്റ് പ്രസൻറ്റിലുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ റിസൾട്ട് പ്രസൻറ്റിൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസസ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ ഹാവ് യു ഈറ്റൻ ട്യൂണ? ട്യൂണ കഴിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഈറ്റൻ ട്യൂണ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ, അതൊക്കെ നമ്മൾ ഈ ടെൻസിലാണ് പറയണേ. കണ്ടോ, ഹാവ് യു എവർ ഈറ്റൻ ട്യൂണ? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാർ ഉണ്ടായിട്ടില്ല, അങ്ങനെ പറയില്ലേ ചിലർ. കാർ ഉപയോഗിക്കാത്ത ഫാമിലീസൊക്കെ ഉണ്ടാവും, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാർ. ഞങ്ങൾ സ്വന്തമായിട്ടൊരു കാർ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, എങ്ങനെ പറയും? വി ഹവ് നെവർ ഹാഡ് എ കാർ. ഒരിക്കലും ഞങ്ങൾക്കൊരു കാർ ഉണ്ടായിട്ടില്ല, അതാണ് അർത്ഥം. അതും നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ള എക്സ്പീരിയൻസ് മാത്രമല്ല, ഇല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ. കാർ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ച് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യം സംഭവിച്ചു, പക്ഷെ അതിന് ഇമ്പാക്റ്റ് ഇപ്പോഴുണ്ട്. അങ്ങനത്തെ കാര്യം, ഇപ്പം നമ്മൾ എന്തെങ്കിലും അരിയായിരുന്നു, ആ സമയത്ത് കൈ ഒന്ന് മുറിഞ്ഞു. അപ്പോൾ നമ്മൾ അയ്യോ കൈ മുറിഞ്ഞു. അപ്പോൾ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ കൈ മുറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ ആ മുറിഞ്ഞ് വേദനയുണ്ട് അല്ലെങ്കിൽ ചോര ഒലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഓ ഐ ഹവ് കട്ട് മൈ ഫിംഗർ, വിരൽ ഞാൻ മുറിച്ചു. പക്ഷെ മുറിച്ചു എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയണേ. എങ്ങനെ പറഞ്ഞേ? അത് ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഈ സെൻറ്റൻസുകളൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ. ദ റോഡ് ഇസ് ക്ലോസ്ഡ്. There's been an accident. Police have arrested 2 men in connection with the robbery. ഇതൊക്കെ ഏത് ടെൻസാ? The road is closed. സിമ്പിൾ പ്രസൻ്റ് അല്ലത്. ഐ ആം ഹാപ്പി എന്നൊക്കെ പറയുന്ന മാതിരി റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ക്ലോസ്ഡ് ആയിട്ടുള്ള അവസ്ഥ. അതിൽ എന്താ സംശയം വരിക എന്ന് വെച്ചാൽ, ക്ലോസ് എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ അല്ലേ, അവസ്ഥയാണോ? രണ്ടും വരാം. ക്ലോസ് ദി ഡോർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനാണ്. ഡോറിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഡോറിൻ്റെ അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഡോറിൻ്റെ അവസ്ഥ അടച്ചിരിക്കുന്നതാണെങ്കിൽ ഇസ് ക്ലോസ്ഡ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ പല വാക്കുകളും നമ്മൾ ജസ്റ്റ് അങ്ങനെ എടുത്തിട്ട് ഇത് ഏതാണ്, വേർബാണോ അഡ്ജക്റ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ആവാം. സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് അല്ലേ
ഐ എം ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥയാണ്, ഹാപ്പി ആയിട്ടുള്ള അവസ്ഥ, ആഡ്ജക്റ്റീവാണ് അവിടെ. അതുപോലെ ദ റോഡ് ഇസ് ക്ലോസ്ഡ്. മനസ്സിലായല്ലോ അത്? there's been an accident. ഇതെന്താ സംഭവം? there has been, അതാണ് there's been. അപ്പോസ്ട്രോഫി എസ് ഇടുന്നുണ്ടോ? നമ്മൾ there isനും there hasനും ഇങ്ങനെ ചുരുക്കി there's എന്ന് പറയും. ഓക്കെ, അപ്പം അത് ഏതാണെന്ന് അറിയണമെങ്കിൽ ആ there's കഴിഞ്ഞിട്ടുള്ള വാക്ക് നോക്കുക. there's been, ബിയുടെ V3 ഫോമാണ് been. ഇത് എപ്പോഴാണ് വരിക? there is been എന്ന് പറയില്ല, there has been എന്നേ വരുള്ളൂ. കാരണം എന്താ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടെൻസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, വിശദമായിട്ട് പഠിക്കുമ്പോൾ അത് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. there's been an accident. police have arrested. പോലീസ് പൊതുവെ നമ്മൾ പ്ലൂറലായിട്ട് വിചാരിക്കുക. police has എന്നല്ല. police have arrested 2 men, 2 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. in connection with the robbery. റോബറിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കൊള്ള നടന്നുണ്ട്, അതായിട്ട് ബന്ധപ്പെട്ട് 2 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത്, നമ്മൾ ഇത്രയും കാലം സിമ്പിൾ പ്രസൻറ്റിൽ ഹാസ്, ഈറ്റ്സ്, എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോംസ് വേർബിന് ഉപയോഗിച്ചു അല്ലേ? അല്ലെങ്കിൽ പ്ലൂറിലാണെങ്കിൽ നമ്മൾ വേർബ് അങ്ങനെ ഈറ്റ്, ആർ, ഡു അങ്ങനത്തെ ഫോംസ് ഒക്കെ ഉപയോഗിച്ചു. പക്ഷേ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ പാസ്റ്റ്. വാസ്, ഡിഡ്, എയ്റ്റ് അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് പുതിയൊരു ഫോം ഉപയോഗിക്കണം, V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പോൾ എന്താ അതിൻ്റെ റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ, സബ്ജക്റ്റ് ഐ, യു, ദേ, വി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹാവ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ V3. ഈറ്റിൻ്റെ V3 ഈറ്റൻ. I have eaten sushi, you have eaten sushi, we have eaten sushi. അങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് I haven't eaten sushi. ഇപ്പം haven't ആവും. യുവും ദേയും വി ഒക്കെ ഇങ്ങനെ തന്നെ. ഹീ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ഹാവ് അല്ല ഹാസ് ആണ് വരിക. ഹാസ് കഴിഞ്ഞിട്ട് V3. He has eaten sushi, she has eaten sushi, it has eaten sushi. കഴിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് he hasn't eaten sushi, she hasn't, it hasn't. ഓക്കെ, ചോദ്യങ്ങൾ വരുമ്പോഴോ ഹാസ് ഹി, ഷീ, ഇറ്റ് ഈറ്റൻ സൂഷി, ഹിയോ ഷിയോ ഇറ്റോട് വരാം. ഹാസ് ഹി ഈറ്റൻ സൂഷി അങ്ങനെയൊക്കെ. കഴിച്ചിട്ടില്ലേ എന്ന് പറയുകയാണെങ്കിൽ ഹാസൻറ്റ് ഹി ഈറ്റൻ സൂഷി അങ്ങനെ. ഇനി അയ്യു ദേവി ആണെങ്കിൽ ഹാവ് ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ വി ഈറ്റൻ സൂഷി. കഴിച്ചിട്ടില്ലേ ഹാവൻറ്റ് വി ഈറ്റൻ സൂഷി അങ്ങനെ. അപ്പോൾ ഇത് റൂൾ മനസ്സിലായോ? ഫസ്റ്റ് ഉത്തരം അഫർമേറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണെങ്കിൽ എന്നുവെച്ചാൽ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സെൻറ്റൻസ്, ചോദ്യം അല്ലെങ്കിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാവോ ഹാസോ സബ്ജക്റ്റ് അനുസരിച്ച്, പിന്നെ V3 നിർബന്ധമാണ് അവിടെ. V3 ഇടുന്നത് വിട്ടാൽ കഴിഞ്ഞു, എല്ലാം തീർന്നു. ഈ V3യുടെ ഒരു ലിസ്റ്റ് ഞാൻ തരാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം ഒരു PDF. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഫോണിലെങ്ങാനും സൂക്ഷിച്ച് 1-2 തവണ അത് വായിച്ചു നോക്കിയാൽ V3 ഫോംസ് നിങ്ങൾക്ക് കോമൺ ആയി യൂസ് ചെയ്യുന്ന വേർബ്സിൻ്റെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പ്രധാനമായിട്ട് നമ്മുടെ പ്രശ്നം എന്താ വരിക എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ്റെ ഒരു എഫക്റ്റോ റിസൾട്ടോ ഒക്കെ പ്രസൻറ്റിൽ വരുമ്പോഴാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യണേ. അപ്പം തന്നെ നമുക്ക് ടെൻഷനാവും. ഈ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ പോരെ, അതെന്തിനാ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യണേ? അതാണ് നമ്മളിന്ന് ആദ്യം നോക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആ വെർബ് ഒരു ഡൂൻ്റെ ഡിഡ്, ഗോൻ്റെ വെൻറ്റ്, ഹാവിൻ്റെ ഹാഡ്, അതൊക്കെയല്ലേ. അരുൺ ഇവിടെ ഇല്ല എങ്ങനെ പറയും? അരുൺ isn't here അല്ലേ? ഈസ് നോട്ട് ഹിയർ അതിൻ്റെ isn't. അരുൺ isn't here. അവൻ പുറത്തു പോയിരിക്കുകയാണ്. ഹീ ഹാസ് ഗോൺ ഔട്ട്. പുറത്തു പോയിരിക്കുകയാണ്. അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹി വെൻറ്റ് ഔട്ട്, അവൻ പുറത്തു പോയി എന്ന് പറയാം. അപ്പോൾ ഹി ഹാസ് ഗോൺ ഔട്ട് എന്ന് വെച്ചാൽ പുറത്ത് പോയിരിക്കുകയാണ്, തിരിച്ചു വരുമ്പോൾ ഉടൻ തന്നെ എന്നുള്ളൊരു ധ്വനി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുമ്പം അതും കൊണ്ട് ഇപ്പം എന്താണെന്നുള്ളൊരു റിസൾട്ടിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ആശങ്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട്. അവൻ പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വന്ന ആൾ അരുൺ എവിടെ പോയി? അരുൺ ഇവിടെ ഇല്ല, അരുൺ ഈസ് ഹിയർ, പുറത്ത് പോയി, ഹി വെൻറ്റ് ഔട്ട്. അതൊന്നും ഇപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ പിന്നെ എപ്പോൾ വരാനാന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഹി ഹാസ് ഗോൺ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിരിക്കുകയാണ്,
അടുത്ത സെൻസ് വേണമെങ്കിൽ ഹിൽ ബി ബാക്ക് സൂൺ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ആ പ്രസൻ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? ഇല്ല, ഞാനിപ്പോൾ ലഞ്ച് കഴിച്ചിട്ടേ ഉള്ളൂ. നോ, ഐ ഹവ് ജസ്റ്റ് ഈറ്റൺ അല്ലെങ്കിൽ ഹാഡ് ലഞ്ച്. ഞാനിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ, തൊട്ട് മുമ്പ് ചെയ്തോളൂ. അപ്പോൾ ഐ ഹവ് ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഓക്കെ, ഇത് തന്നെ നമുക്ക് ജസ്റ്റ് പൊതുവെ ജസ്റ്റ് എന്നുള്ള വാക്ക്, ഓൾറെഡി എന്നുള്ള വാക്ക്, ഇതൊക്കെ നമ്മൾ പൊതുവെ പ്രസന്റ് പെർഫെക്റ്റിലാണ് യൂസ് ചെയ്യുക. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് പൊതുവെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെയും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ പറയാം, നോ ഐ ജസ്റ്റ് ഹാഡ് ലഞ്ച് എന്ന് പറയാം. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് ഇങ്ങനെ ഈ സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ ഈ വേർഡ്സ് ഒക്കെ, ഇതൊക്കെ സിഗ്നൽ വേർഡ്സ് എന്ന് പറയും. അതൊക്കെ പൊതുവെ ഓരോ ടെൻസായിട്ട് ബന്ധപ്പെട്ട ഓരോ വാക്കുകളാണ്. എന്ന് വെച്ചിട്ട് അതേ ടെൻസിലേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നില്ല. പക്ഷെ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ വാക്കുകളില്ലേ, യെറ്റ്, ജസ്റ്റ്, ഓൾറെഡി, ഇതൊക്കെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൻ്റെ കൂടെയാണ് കാണുക. പക്ഷേ ഇപ്പം ഈ എല്ലാ ഇംഗ്ലീഷും ഒന്നായി അല്ലേ. ഒരു കുട്ടിയുടെ അമ്മ ചിലപ്പോൾ അമേരിക്കക്കാരായിരിക്കും, അച്ഛൻ ചിലപ്പോൾ ബ്രിട്ടീഷുകാരനാവും, അത് കഴിഞ്ഞ് അത് കല്യാണം കഴിച്ച് ചിലപ്പോൾ ഓസ്ട്രേലിയക്കാരാണ്. അപ്പോൾ ഈ എല്ലാ ഇംഗ്ലീഷും കൂടെ മിക്സായി, പിന്നെ പല പല സ്ഥലങ്ങളിലെ ഇംഗ്ലീഷ് ഓരോരോ സീരീസോ അല്ലെങ്കിൽ മൂവീസൊക്കെ എല്ലാവരും കണ്ട് ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവമായി ഇപ്പം. അങ്ങനെയാണ് വരുന്നത് അല്ലേ. എല്ലാ ഭാഷകളും അങ്ങനെ കാലം കഴിയുന്തോറും എല്ലാം കൂടെ മിക്സ് ആവുമല്ലോ. എല്ലാ ഭാഷകളെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പല വേരിയേഷൻസ് അങ്ങനെ മിക്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പണ്ട് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ ആയി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വായിക്കുകയും ലിസണൊക്കെ ചെയ്താൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും. അതാണ് ഞാൻ ആദ്യം ഹോംവർക്കിൽ പറഞ്ഞ സംഭവം, ഹൂം. അതൊക്കെ ഇങ്ങനെ മനസ്സിലാവുക വെച്ചാൽ നമ്മൾ പൊതുവെ നമ്മൾ ആ ഹൂമൊന്നും ഇപ്പോൾ കേൾക്കാറില്ല. ആരാണ് ഹും എന്നൊക്കെ പറയണേ? നമ്മൾ പണ്ട് KPSC സിനിമയിൽ പറഞ്ഞ ഹുമ്മേ ഉള്ളപ്പോൾ ഹും വേണം എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ ഹുമ്മിനൊന്നും ഇപ്പോൾ കാണാൻ കിട്ടാറില്ല ഇംഗ്ലീഷിൽ. മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. അപ്പം ഞാനിവിടെ പറയണത്, ഇപ്പോൾ ആർ യു ഹംഗ്രി? ഇല്ല, ഞാൻ കഴിച്ചു. നോ ഐ ജസ്റ്റ് ഹാഡ് ലഞ്ച്. സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ നോ ഐ ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഞങ്ങൾ ഇപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ, വിശക്കുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യാം നോ ഐ ഹവ് ജസ്റ്റ് ഹാഡ് ലഞ്ച്. കാരണം ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ നല്ലത്. എന്ന് വെച്ചാൽ അത് ഇപ്പോഴായിട്ട് റിലേറ്റഡ് ആണല്ലോ. കാരണം നമ്മൾ ഇപ്പോൾ വിശക്കുന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലായോ? അവിടെ അതാണ് കൂടുതൽ യോജിക്കുക. എന്ന് വെച്ച് നിങ്ങൾ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല എന്ന്. മനസ്സിലായോ? അപ്പോൾ അവിടെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റോ സിമ്പിൾ പാസ്റ്റോ ഇത് വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം, ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊരിക്കും ആശ്വാസമായി, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് ഞാൻ ജീവിക്കാം എന്ന് വിചാരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴാണത് ചെയ്തത് വെൻ എന്നുള്ളൊരു ചോദ്യം എൻ്റെ കൂടെ ചോദിക്കാമല്ലോ. അത് ചോദിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, പ്രസൻറ്റ് ടെൻസിൽ ടെൻസാണ്. അപ്പോൾ വെൻ എന്ന് വെച്ചാൽ എപ്പോഴോ ചെയ്തു, ആ സമയം പറയണം. മുമ്പ് നടന്നൊരു സമയം പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ, പ്രസൻറ്റ് ആയിട്ടുള്ള ടെൻസ് യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എന്നുവെച്ചാൽ നിങ്ങൾ സൂഷി കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് 10 വയസ്സായിട്ടുള്ളൂ നിങ്ങൾക്ക്, അപ്പോഴാണ് സൂഷി കഴിച്ചിട്ടുണ്ട്. നീ അവിടെ ജപ്പാനിൽ പോയിട്ടുണ്ടോ കഴിക്കാൻ? അപ്പം കുറച്ച് പണ്ടത്തെ കാലം വിചാരിക്കുക, ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്സ് ഒന്നും കൊച്ചിയിലൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയണ എപ്പോഴാണ് നീ സൂഷി കഴിച്ചിട്ടുള്ളത്? വെൻ ഹാവ് യു ഈറ്റൻ സൂഷി എന്ന് ചോദിക്കരുതെന്ന് പറയുമ്പോൾ സൂഷി കഴിച്ച എക്സ്പീരിയൻസ് ആണ് പറയണത്. പക്ഷേ വെൻ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ കഴിച്ചത് മുമ്പല്ലേ, ആ സമയം ചോദിക്കുക. അപ്പോൾ പാസ്റ്റിലൊരു സമയം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ചോദിക്കും? അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാം. വെൻ ഡിഡ് യു ഈറ്റ് സൂഷി? എപ്പോഴാണ് ആശാനി നിങ്ങൾ ആ സംഭവം ചെയ്തത്? ചരിത്ര മുഹൂർത്തം എന്നായിരുന്നു? വെൻ ഡിഡ് യു ഈറ്റ് സൂഷി? ഓക്കെ. അല്ലെങ്കിൽ ഉത്തരമായിട്ട് ഞാൻ 2020 സൂഷി കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഈറ്റൻ സൂഷി ഇൻ 2020 എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്താ? 2025 കഴിഞ്ഞ് 6 ആവാൻ പോവുക. ഓക്കെ. അപ്പോൾ പാസ്റ്റിൽ നടന്നൊരു സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റില്ല. ആ വാക്ക് 2020 എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രശ്നം. മനസ്സിലായോ? കഴിഞ്ഞു പോയൊരു സമയം, യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞു പോയ സമയം പറയാൻ പറ്റില്ല. അപ്പം എന്ത് പറയും? ഐ എയ്റ്റ് സൂഷി ഇൻ 2020. അവൻ ജനിച്ചത് 2020 അപ്പോഴേക്കും അവൻ സൂഷി കഴിച്ചു. ഐ എയ്റ്റ് സൂഷി ഇൻ 2020. അപ്പോൾ ചോദിക്കണം ഹൗ ഓൾഡ് ആർ യു? പിടിക്കണം നമുക്ക്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുക പാസ്റ്റിലത്തെ എന്തോ നടന്ന ആക്ഷന് ഒരു കണക്ഷൻ ഉണ്ട് പ്രസൻറ്റുമായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പാസ്റ്റിൽ നടന്നതിന് റിസൾട്ട് പ്രസൻറ്റിലുണ്ട്. പൊതുവെ നമുക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ കോമണായി നഷ്ടപ്പെടുന്ന ചാവി, അവൾക്ക് ചാവി നഷ്ടപ്പെട്ടു. എങ്ങനെ പറയും? അവളുടെ ചാവി നഷ്ടപ്പെട്ടു. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ കീ. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. വീട്ടിൽ കയറാൻ പറ്റാണ്ട് അവൾ നിൽക്കുക. മനസ്സിലായോ? അവൾക്ക് ആ കീ ഇല്ല ഇപ്പോഴും. അവൾ ലൂസ് ചെയ്തു എന്നുള്ളത് പാസ്റ്റിൽ നടന്നാലും ഇപ്പോഴും അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഷീ ഹാസ് ലോസ്റ്റ് ഹെർ കീ എന്നാ പറയാം.
ഷീ ലോസ്റ്റ് ഹർ കീ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതുകൊണ്ട് ഇപ്പം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഷീ ഹാസ് ലോസ്റ്റ് ഹർ കീ എന്ന് തന്നെ പറയണം. ഓക്കെ, അവൾ വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് ഭർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അയാളുടെ കയ്യിൽ കീ ഉണ്ടെങ്കിലേ ഇനി ഇവൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അതിന് അനന്തര കഥകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒക്കെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഒരാൾ നിങ്ങളുടെ അടുത്ത് പേര് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ചോദിക്കുക, എന്താ അയാളുടെ പേരെന്താ? അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് പേരല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ മറന്നു പോകുക. അപ്പോൾ നിങ്ങൾ പറയുകയാണേ, ഷോ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഇങ്ങനെ പറയാം, ഹി ടോൾഡ് മീ ഹിസ് നെയിം. അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഹി ടോൾഡ് മീ ഹിസ് നെയിം അല്ലേ. പക്ഷേ മറന്നു. ആ മറന്നത് ഇപ്പോഴും മറന്നിട്ടുണ്ട്, ഓർക്കുന്നില്ല. അപ്പോൾ ബട്ട് ഐ ഹാവ് forgotten it. He told me his name, but I've forgotten it. I have forgotten it. But I forgot it എന്ന് പറയാൻ തെറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാം, ഈ ടെൻസ് ഇവിടെ കുറച്ചുകൂടെ നല്ലതാണ്. ബട്ട് ഐ ഹാവ് forgotten it. കാരണം ഇപ്പോഴും മറന്ന അവസ്ഥയിൽ തന്നെയാണ്, ഓർക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ആന നമ്മുടെ ഫ്രണ്ടാണ്. 5 മണിയുടെ ഫ്ലൈറ്റിന് പോകുമെന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ ലേറ്റായി, ഞാൻ 6 മണിക്കാണ് എത്തുന്നത്. അപ്പോൾ അപ്പോഴേക്കൊക്കെ അവൾ പോയിട്ടുണ്ടാവില്ലേ, 3 മണിക്ക് പോകണം, പിന്നെ ചെക്കിൻ അങ്ങനത്തെ കുറേ സമയമൊക്കെ വേണ്ടേ. അപ്പം ഞാനിങ്ങനെ അവളൊക്കെ പോയിട്ടുണ്ടാവും വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലിങ്ങനെ വരിക. അപ്പോൾ നോക്കുമ്പോൾ ആന അവിടെ ഇരിക്കണു. അപ്പോൾ ഞാൻ ഇതെന്താ, ആന സ്റ്റിൽ ഹിയർ. അവൾ എയർപോർട്ടിൽ പോയിട്ടില്ല. ഷീ ഹാസൻറ്റ് ഗോൺ ടു ദ എയർപോർട്ട്. അല്ലെങ്കിൽ അവൾ പുറത്ത് പോയിട്ടില്ല എന്നാണെങ്കിൽ ഷീ ഹാസൻറ്റ് ഗോൺ ഔട്ട്. അതെന്താണ് കാര്യം? അവിടെ എന്തിനാണ് ഷീ ഹാസൻറ്റ് ഗോൺ ഔട്ട് എന്ന് പറയണേ? അത് അവിടെ ഇരിക്കണോണ്ട് അല്ലേ. ആ പ്രസൻറ്റിൽ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പുറത്ത് പോവാതിരുന്നുകൊണ്ട്, അവളവിടെ അകത്തിരിക്കുന്നതുകൊണ്ട് പ്രസൻറ്റിനകത്ത് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഷീ ഹാസൻ ഗോൺ ഔട്ട് എന്ന് പറയാം. ഷീ ഡിഡ്ന്റ് ഗോ എന്ന് പറയുന്നത് തെറ്റില്ല, പക്ഷേ ഷീ ഹാസൻ ഗോൺ ഔട്ട് എന്ന് പറയാം നമുക്ക്. ഓക്കെ, എൻ്റെ ബാഗ് കാണാനില്ല, അങ്ങനെ പറയാം. ഐ കാൺട്ട് ഫൈൻഡ് മൈ ബാഗ്. സോറി, ഐ കാൺട്ട് ഫൈൻഡ് മൈ ബാഗ്. എനിക്കെൻ്റെ ബാഗ് കാണാൻ പറ്റില്ല. എവിടെ വെച്ചായിരുന്നല്ലോ. ഐ കാൺട്ട് ഫൈൻഡ് മൈ ബാഗ്. കണ്ടിട്ടുണ്ടോ ചോദിക്കും. ഹാവ് യു സീൻ ഇറ്റ്? ഹാവ് യു സീൻ ഇറ്റ്? നിങ്ങൾ കൊക്കോ എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടോ? നല്ല പടമാണ്. ഒരു ഓസ്കർ നോമിനേറ്റഡ് ആണോ അത് വിൻ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. കൊക്കോ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. 2018 ആണെന്ന് തോന്നുന്നു ആ പടം റിലീസ് ചെയ്തത്. നല്ല പടമാണ്. ഒരു സ്പാനിഷ് അവരുടെ രീതികളിൽ വെച്ചിട്ടുള്ള അവരുടെ ഒരു കുറച്ച് ട്രഡീഷൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ റിലേറ്റഡ് ആയിട്ടുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ പടം. അപ്പോൾ അതിലിങ്ങനെ മരിച്ചു പോയ ആൾക്കാരുടെ ലോകമുണ്ട്. അപ്പോൾ അവിടെ ഒരു ലിവിങ് ആയിട്ടുള്ള ആൺകുട്ടി വന്ന് പെടുകയാണ്. അത് നല്ല രസം കേട്ടോ കഥ. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞാൻ ക്രിസ്മസിന് നല്ലൊരു മൂവിയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു യൂട്യൂബിലോ ആമസോൺ പ്രൈമിലോ മറ്റോ ഉണ്ടത്. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. നല്ല പടമാണ്. വെച്ചാൽ കുട്ടികൾക്ക് ഇങ്ങനെ വയലൻസ് ഒന്നുമില്ല, പക്ഷെ ഹാപ്പി ആയിട്ടുള്ള നല്ല ഇമോഷനൊക്കെ ഉള്ള നല്ലൊരു പടം. അപ്പോൾ അതിൽ ഞാൻ പറയാൻ കാരണം അതിലൊരു പാട്ടുണ്ട്, അല്ലെങ്കിൽ പാട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് കളർ ഇസ് ദ സ്കൈ, വാട്ട് കളർ ഇസ് ദ സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാർ ഈ ജീവിച്ചിരിക്കുന്ന ജീവനുള്ള കുട്ടി, ആ ലോകത്ത് മുഴുവൻ മരിച്ചുപോയ ആൾക്കാരാണ്. അവർ മരിച്ച ആൾക്കാർ ജീവിക്കുന്നൊരു ലോകം. അപ്പോൾ അവിടെ ഈ ജീവനുള്ള എന്ന് വെച്ചാൽ മരിക്കാത്ത കുട്ടി വന്നപ്പം ഈ കുട്ടീനെ കണ്ടുപിടിക്കാൻ കുറച്ച് ആൾക്കാർ നടക്കുക. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് ചോദിക്കും, ഹാവ് യു സീൻ എ ലിവിങ് ബോയ് എന്ന് പറയും. നല്ല രസമാണത്. ആ പാട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയോ യൂട്യൂബിൽ കേട്ടോ. കൊക്കോ വാട്ട് കളർ ഇസ് ദ സ്കൈ, അതാണ് പാട്ട്. ഇവിടെ എഴുതി കാണിക്കുക, സെർച്ച് ചെയ്യട്ടോ. നല്ല രസമാണ്. ഇങ്ങനത്തെ നല്ല നല്ല പാട്ടുകളുള്ളൊരു മൂവിയാണ്. എല്ലാ പാട്ടും നല്ല രസമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കുറച്ചുകൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് കൂടെ പാടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നായി ഇമ്പ്രൂവ് ആവും. പാട്ടുകൾ പ്രൊനൗൺസിയേഷൻ ആക്സെൻ്റ് ഒക്കെ നമ്മൾ നല്ല കറക്റ്റ് ആക്കും. ഓക്കെ, ഈ ബോയ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്റ്റൈലാട്ടോ. ബോയ് എന്ന് പറഞ്ഞാൽ മതി. അത് ആ സ്പാനിഷ് ആക്സെൻറ്റിൽ പറയണോണ്ട് അവർ ഹാവ് യു സീൻ എ ലിവിങ് ബോയ് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഇങ്ങനെ വരും. അതുപോലെ ബാഗ് കാണാനില്ല, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു സീൻ മൈ ബാഗ്, അല്ലെങ്കിൽ ഹാവ് യു സീൻ ഇറ്റ്. ഓക്കെ, അങ്ങനെ ഇത് എവിടെയാണെന്ന് അറിയോ ഇപ്പോൾ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഹാവ് യു സീൻ ഇറ്റ്. സിയുടെ V3 ആണ് സീൻ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഈ സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കാം എന്നുള്ള കാര്യം. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം, നമ്മൾ ഗോണും ബിന്നുമാണ്. ഗോൺ എന്ന് പറഞ്ഞാൽ ഗോയുടെ V3, ബിൻ എന്ന് പറഞ്ഞാൽ ബിയുടെ V3.
പക്ഷേ ചില സമയത്ത് ഗോഡ V3 ആയിട്ട് ബീൻ വരും, BEN, ബീൻ. അതെങ്ങനെയാ മനസ്സിലായോ? ബിയുടെ V3 ബീൻ, ഗോഡ V3 ഗോൺ. പക്ഷെ ഇടയ്ക്ക് ഗോഡ V3 ആയിട്ട് ബിൻ വരുന്നു. അത് അങ്ങനെ ഉദാഹരണം പറഞ്ഞുതരാം. അരുണ് ഒരു വെക്കേഷനിലാണ്, ഹോളിഡേയിലാണ്. എങ്ങനെ പറയും? പ്രപ്പോസിഷൻ നോക്കണേ. അരുൺ ഈസ് ഓൺ ഹോളിഡേ. അരുൺ ഈസ് ഓൺ ഹോളിഡേ. എവിടേക്കാണ് അയാൾ പോയിട്ടുള്ളത്? ഡൽഹിയിൽ. ഹി ഹാസ് ഗോൺ ടു ഡൽഹി. അപ്പോൾ ഇപ്പം അരുൺ എവിടെയാ? ഡൽഹിയിലുണ്ടവൻ കേട്ടോ. ഡൽഹിയിലാന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ട്. ഡൽഹിയിലാവണം. അതുവഴി ഇനി ഛത്തീസ്ഗഡിൽ പോയോന്ന് എനിക്കറിയില്ല. ഇനി ഡൽഹിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഹി ഹാസ് ഗോൺ ടു ഡൽഹി. ഇപ്പം ആള് ഡൽഹിയിലാണ്. ഓക്കെ. കരോൾ ബാഗിൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് നടക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത സെൻറ്റൻസ് ഉണ്ടോ? അരുൺ ഈസ് ബാക്ക് ഹോം നൗ. അരുൺ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ബാക്ക് ഹോം എന്ന് വെച്ചാൽ വീട്ടിൽ തിരിച്ചെത്തി. എവിടെയാണ് അരുൺ? അരുൺ ഈസ് ബാക്ക് ഹോം നൗ. ഹി ഹാസ് ബിൻ ടു ഡൽഹി. അവൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവനിപ്പോൾ എവിടെയാ? പറഞ്ഞില്ലേ, വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഗോൺ ടു ഡൽഹി എന്ന് പറയില്ല, ബിൻ ടു ഡൽഹി എന്ന് പറയുള്ളൂ. അവൻ പോയി തിരിച്ചു വന്നെങ്കിൽ നമ്മൾ ബിൻ എന്നുള്ള വാക്കാണ് പറയുക. ഹി ഹാസ് ബിൻ ടു ഡൽഹി. ഡൽഹിയിൽ പോയി തിരിച്ചു വന്നു എന്നാണ് അർത്ഥം. അതാണ് ആ വ്യത്യാസം. മനസ്സിലായി? ഗോണും ബിന്നും തമ്മിൽ. ഒരു സ്ഥലത്തേക്ക് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ഗോൺ ടു ദാറ്റ് പ്ലേസ്. മനസ്സിലായോ? അപ്പം ഇപ്പം അയാൾ അവിടെ ആ സ്ഥലത്തായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയാമെന്ന് വിചാരിക്കും. പിള്ളേച്ചൻ കള്ളം പറയില്ലല്ലോ. ബിൻ ഉപയോഗിച്ച് എങ്ങനെയാ? അയാൾ പോയി തിരിച്ചു വന്നിട്ടുണ്ടാവണം. ഇല്ലാണ്ട് ബിൻ ഉപയോഗിക്കാൻ പാടില്ല. ഹി ഹാസ് ബിൻ ടു ഡൽഹി എന്ന് വെച്ചാൽ റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞ് ആൾ വീട്ടിലെത്തി കാണണം. ഇല്ലെങ്കിൽ പിന്നെയും പിള്ളേച്ചൻ കള്ളം പറയാമെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പം അത് മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുമ്പോൾ തെറ്റിപ്പോവും. ഇപ്പം അത് വെച്ച് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ പറയില്ലേ, ഞാൻ എവിടെയാണ് പോയിട്ടുള്ളത്? ദുബായ്. മോളുടെ കുട്ടി ഉണ്ടായപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയില്ലേ, ദുബായ് പോയിട്ടുണ്ട്. അപ്പോൾ ഐ ഹാവ് ഗോൺ ടു ദുബായ് എന്ന് പറയാൻ പാടില്ല. ഒന്നാമത് ദുബായിൽ ഒരാൾ പോയിരിക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ ആരാ നിന്ന് സംസാരിക്കുന്നത്? നിങ്ങളുടെ പ്രേതോ അല്ലേ? അപ്പോൾ ഐ ഹാവ് ബിൻ ടു ദുബായ്. അവിടെ പോയി തിരിച്ചെത്തിയില്ലേ? പിള്ളേച്ചൻ കള്ളം പറയാമെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ ഗോൺ ഉപയോഗിച്ചാൽ പോയി തിരിച്ചു വന്ന് നമ്മൾ അയൽപ്പക്കക്കാരോട് ഇങ്ങനെ വിളമ്പാണ്. നമ്മൾ പോയിട്ട് ദുബായിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഷെയ്ക്കിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക, ബിയർ കുടിച്ചൊന്നും പറയാൻ പറ്റില്ല. എന്താ കഴിക്കുക എനിക്കറിയില്ല. ഈ അറബി പാനീയങ്ങളെ കുറിച്ച് എനിക്ക് വലിയ ബോധമില്ല എന്നുള്ളത് ഇങ്ങനെ ഈ ഷൂട്ടിങ്ങിനിടയിലാണ് മനസ്സിലാവുക കേട്ടോ. അയ്യോ, പോട്ടെ. മിനറൽ വാട്ടർ കുടിച്ചു, അത് കുഴപ്പമില്ല. ജർമ്മനിയൊക്കെ ആണെങ്കിൽ ഇവിടെ എന്താ പറയുക, വല്ല രാജാവൊന്നും ഇല്ല ഇപ്പോൾ. ചാൻസലറിൻ്റെ കൂടെ കണ്ടിരുന്നു ബിയർ കുടിച്ചെന്ന് പറയാം. പക്ഷേ ദുബായ് ആകുമ്പോൾ നമ്മൾ മിനറൽ വാട്ടർ മതി. അപ്പം എന്താ പറയുക? ഐ ഹാവ് ബിൻ ടു ദുബായ്. ഐ ഹാവ് ഡൈൻഡ് വിത്ത് എന്താണ് അവിടുത്തെ രാജകുമാരൻ്റെ കൂടെ കേട്ടോ. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഓർമ്മ വരും. അതുകൊണ്ട് എനിക്ക് GK കുറവാണെന്നൊന്നും ഇവിടെ ആരും ചിന്തിക്കണ്ട കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഐ ഹാവ് ഗോൺ എന്ന് പറയരുത്. അത് എപ്പോഴും ഉപയോഗിക്കുക, എപ്പോഴെങ്കിലും ഉപയോഗിക്കുക. ഐ ഹാവ് ഗോൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്താവണം. അപ്പോൾ പിന്നെ ആരായി നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഐ ഹാവ് ബിന്നേ വരുള്ളൂ. ഷീ ഹാസ് ബിൻ, ഹി ഹാസ് ബിൻ ഒക്കെ വരും. അല്ലെങ്കിൽ ഹി ഹാസ് ഗോൺ, ഷീ ഹാസ് ഗോൺ ഒക്കെ വരും. അവൻ പോയിരിക്കുകയാണ്, എനിക്ക് അവനെക്കുറിച്ച് പറയാമല്ലോ. ഞാൻ പോയിരിക്കുകയാണെന്ന് ഞാൻ അവിടെ പോകാത്തപ്പോൾ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. അണ്ടർസ്റ്റാൻഡ് ദ ഐറണി, ഡോണ്ട് യു? മനസ്സിലായില്ലേ? വിരോധാഭാസം മനസ്സിലാകുന്നില്ലേ? ഐറണി എന്ന് വെച്ചാൽ വിരോധാഭാസം. ചില സമയത്ത് മലയാളം പറയുമ്പോൾ ആൾക്കാർ വരും അങ്ങനെയല്ല പ്രൊനൗൺസിയേഷൻ. അതുകൊണ്ട് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പ്രശ്നം കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ബിന്നാണോ ഗോണാണോ വരികയെന്ന് എഴുതണം. എവിടെ? കോമെൻറ്റിൽ എഴുതണം. ഇത്രയും ഞാൻ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. പിള്ളേച്ചൻ കള്ളം പറയരുത്, കറക്റ്റായിട്ട് പറയാം കേട്ടോ. മൈ പേരൻസ് ആർ ഓൺ ഹോളിഡേ. എൻ്റെ അച്ഛനമ്മയൊക്കെ വെക്കേഷന് പോയിരിക്കുക, കറങ്ങുക, റിട്ടയർ ആയില്ലേ. ഇനിയിപ്പോൾ എന്താ പറഞ്ഞു അവിടെ? മൈ പാരൻസ് ആർ ഓൺ ഹോളിഡേ. ദേ ഹാവ് ഡാഷ് ടു മാൽദീവ്സ്. ദേ ഹാവ് ഗോൺ ടു മാൽദീവ്സ് ആണോ? ദേ ഹാവ് ബിൻ ടു മാൽദീവ്സ് ആണോ? ആദ്യം എന്താ പറഞ്ഞത്? പാരൻസ് വെക്കേഷൻ ഹോളിഡേക്ക് പോയിരിക്കുകയാണ് അല്ലേ? അത് കഴിഞ്ഞ് ദേ ഹവ് ബിൻ ടു മാൽദീവ്സ് ആണോ? ദേ ഹവ് ഗോൺ ടു മാൽദീവ്സ് ആണോ? രണ്ടാമത്തത്, ഹലോ, I have just dashed to the store. I have bought lots of things. ഞാൻ സ്റ്റോറിലേക്ക്
ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിക്കുക ബൈ, വാങ്ങിച്ചു എന്ന് പറയാൻ പാസ്റ്റും ബോട്ടാണ്, V3യും ബോട്ടാണ് കേട്ടോ. ബ്രോട്ട് അല്ല, ബ്രോട്ട് ബ്രിങ്ങിൻ്റെ V3 ആണ് കേട്ടോ. വാങ്ങിച്ചു, സാധനം വാങ്ങിച്ചു, പൈസ കൊടുത്ത് വാങ്ങിച്ചു, അതാണ് വാങ്ങിക്കുക. ഓക്കെ, ഐ ഹവ് ബോട്ട് ലോട്ട്സ് ഓഫ് തിങ്സ്. അവിടെ എന്താ പറയുക? ഐ ഹവ് ജസ്റ്റ് ഗോൺ ടു ദ സ്റ്റോർ ആണോ, ഐ ഹവ് ജസ്റ്റ് ബിൻ ടു ദ സ്റ്റോർ ആണോ? അടുത്തത്, സാം ഹാസ് ജസ്റ്റ് ഡാഷ് ഔട്ട്. സാം പുറത്തേക്ക് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള അർത്ഥം. ഹീൽ ബി ബാക്ക് ഇൻ അബൌട്ട് ആൻ അവർ. ഏകദേശം 1 മണിക്കൂറിൽ ആൾ തിരിച്ചു വരണം. സൈക്കിൾ കേടായതാ, നന്നാക്കാൻ പോയതാട്ടോ. ഹീൽ ബി ബാക്ക് ഇൻ അബൌട്ട് ആൻ അവർ. ഏകദേശം 1 മണിക്കൂർ. അതാണ് ഇൻ അബൌട്ട് ആൻ അവർ. ഗോൺ ആണോ ബിൻ ആണോ? ഉത്തരങ്ങൾ എഴുതി സമർപ്പിക്കണേ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജസ്റ്റ്, ഓൾറെഡി, യെറ്റ് എന്നൊക്കെ ഉള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ വളരെയധികം തത്തിക്കളിക്കുന്ന 2 വാക്കുകളാണ്. ഓക്കെ, തത്തിക്കളിക്കുക. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ വാക്കിന്ന് ഉപയോഗിച്ചത്. നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചോളൂ കേട്ടോ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ തത്തിക്കളിക്കുക എന്നൊക്കെ. മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഇല്ലാണ്ടായി പോയില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാം. ജസ്റ്റ് എങ്ങനെയാണ്? ജസ്റ്റ് അർത്ഥം എന്താ? ഇത് അല്പസമയം മുമ്പ്, ജസ്റ്റ് അങ്ങോട്ട് ഞാൻ പോയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഞാൻ വന്നിട്ടുള്ളൂ, ജസ്റ്റ് അവളെ കണ്ടിട്ടേ ഉള്ളൂ, അതന്നെ, കുറച്ച് സമയം മുമ്പ് കേട്ടോ. ജസ്റ്റ്, ജസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അല്ല, ജസ്റ്റ്. ജസ്റ്റ്. അതുപോലെ നമ്മൾ ബ്രഷ് എന്ന് പറയും, ബ്രഷ്, ബ്രഷ്, ആ സൗണ്ടാണ് ബ്രഷ്. എൻ്റെ ബ്രഷ് കണ്ടോ എന്നൊക്കെ ആൾക്കാർ, ഞാനൊക്കെ പണ്ട് പറഞ്ഞിരുന്ന, പിന്നെ വിദ്യാഭ്യാസമൊക്കെ അക്വയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ബ്രഷാണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി ബ്രഷ് എന്നും ജസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ? പുതിയ വർഷമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണ്ടേ? എന്താ മാറ്റം വരുന്നത്? ഞാൻ ബ്രഷ് എന്ന് പറയാൻ പഠിച്ചു. മൈ ഗോഡ് അല്ലേ? അനി അടുത്തത്, ആർ യു ഹംഗ്രി? വിശക്കുന്നുണ്ടോ? നോ, ഐ ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പ് ലഞ്ച് കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഐ എം നോട്ട് ഹംഗ്രി. ഓക്കെ, അയ്യോ ഇപ്പം എത്തിയിട്ടേ ഉള്ളോ അങ്ങനെ ചോദിക്കും. ഹലോ, ഹാവ് യു ജസ്റ്റ് അറൈവ്ഡ്? എയർപോർട്ടിൽ 1 മണിക്കൂർ കാത്തു നിന്ന ഫ്രണ്ട് ഞാൻ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എയർപോർട്ടിലെത്തിയപ്പോൾ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്, ആ സുഹൃത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഇവൻ വന്നിട്ട് വേണം, ഞാൻ ടാക്സി ഒന്നും പിടിച്ച് ഇനി കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചു. പിന്നെ ഓസിനെ ഇവൻ കൊണ്ടാകാമെന്ന് പറഞ്ഞാൽ അവൻ ആ വഴിക്ക് പോകണ്ടെന്ന്. അപ്പോൾ അവൻ അവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് എത്തിയിട്ട്, ഹലോ ഹാവ് യു ജസ്റ്റ് അറൈവ്ഡ്? ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളോ, ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ. ഒന്നും പറയണ്ട, കാറിൽ കയറി വീട്ടിലെത്തിയ ശേഷം മാത്രം പ്രതികരിച്ചാൽ മതി എന്നാണ് ഞാൻ പറയാം. അടുത്തത് ഓൾറെഡി. അപ്പം ജസ്റ്റ് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. എങ്ങനെയാണ് ജസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുകൂടെ ആ സെക്ഷൻ റീവൈൻഡ് ചെയ്ത് നോക്കൂ. ഓൾറെഡി, ഓൾറെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചേക്കാൾ മുമ്പ്, സൂണർ ദാൻ എക്സ്പെക്റ്റഡ്. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുമ്പ്, പ്രതീക്ഷിച്ചേക്കാൾ മുമ്പ്, അതാണ് ഓൾറെഡി. ബില്ല് പേ ചെയ്യാൻ മറക്കരുതേ. ഡോണ്ട് ഫൊർഗെറ്റ് ടു പേ ദ ബിൽ. അല്ലെ, ചെയ്യരുത്, ഒരു കാര്യം മറക്കരുത് എന്നൊക്കെ പറയാം. ഡോണ്ട് ഡു ഇറ്റ്. ഡോണ്ട് ഫൊർഗെറ്റ് ടു പേ ദ ബിൽ. നിങ്ങളുടെ തനി സ്വഭാവമാണ്, അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയാം. ഡോണ്ട് ഫൊർഗെറ്റ് ടു പേ ദ ബിൽ. ഞാനത് നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പേ അടച്ചു തീർത്തിട്ടുണ്ട്. ഐ ഹവ് ഓൾറെഡി പേയ്ഡ് ഇറ്റ്. അങ്ങനെയാണ് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നത്. മറന്നിട്ടൊന്നുമില്ല, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ അഭിപ്രായമാണല്ലോ എന്നൊക്കെ മറ്റേ പറയാണ് ഡോണ്ട് ഫൊർഗെറ്റ് ടു പേ ദ ബിൽ. അപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല. എന്നെക്കുറിച്ച് ഇത്രയും നീചമായ അഭിപ്രായം പറയാൻ ഇവൻ ആര്? അപ്പം പറയാൻ ഇതുള്ളത്, നിന്റെ പ്രതീക്ഷ എന്താണ്? ഞാൻ അടച്ചിട്ടില്ല എന്ന്. പക്ഷേ ഞാനതിന് മുമ്പേ അതൊക്കെ ചെയ്തു, പ്രതീക്ഷയിൽ മുമ്പേ ചെയ്തു. ഐ ഹവ് ഓൾറെഡി പെയ്ഡ് ഇറ്റ്. അതാണ് ഓൾറെഡി കേട്ടോ. അവിടെ എന്താ നോക്കേണ്ടത്? അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ്. അല്ലാണ്ട് ഞാൻ പറയണ തമാശയും കിട്ടി ചിരിച്ചോണ്ടിരിക്കുകയല്ല. ഐ ഹാവ് ഓൾറെഡി പെയ്ഡ് ഇറ്റ്. ഓക്കെ, ഐ ഹവ് ഓൾറെഡി പെയ്ഡ് ഇറ്റ്. ഞാൻ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു. ഐ ഹവ് ഓൾറെഡി പെയ്ഡ് ഇറ്റ് കേട്ടോ. അതിൽ പ്രതീക്ഷകളെ മുമ്പ് ചെയ്തു തീർക്കുമ്പോഴാണ് നമ്മൾ ഓൾറെഡി. എത്ര മണിക്ക് അവൻ ഇറങ്ങണേ അങ്ങനെ പറയും. ഇത് പല സമയത്ത് ഇറങ്ങണേന്ന് പറയുമ്പോൾ ഗോ എന്നുള്ള വാക്ക് വരും. ലീവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പഠിക്കുമോ? ലീവ്, പുറപ്പെടുക. അതാണ് അവിടെ അഭികാമ്യം. അടുത്ത മലയാളം വാക്ക് അഭികാമ്യം. ഓക്കെ, എത്ര മണിക്ക് അവൻ ഇറങ്ങണേ? വാട്ട് ടൈം ഇസ് ഹി ലീവിങ്? ലീവിങ്. വാട്ട് ടൈം, എത്ര മണി. വെന്ന് ചോദിച്ചൂടെ? അവിടെ വെന്ന് ചോദിച്ചാൽ തെറ്റുണ്ടോ എന്ന് ഒരാൾ ടൈപ്പ് ചെയ്ത് നിൽക്കൂ, ഞാൻ പറഞ്ഞുതരാം. വെന്ന് ചോദിക്കാം. വെന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം അറിയണമെന്നില്ല. ആഫ്റ്റർനൂൺ, ഈവനിങ് അല്ലെങ്കിൽ ടുമോറോ എന്നൊക്കെ ഉത്തരം കിട്ടാം. സമയം അറിയണമെങ്കിൽ വാട്ട് ടൈം തന്നെ ചോദിക്കണം കേട്ടോ. വാട്ട് ടൈം ഇസ് ഹി ലീവിങ്? അവൻ ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ എക്സ്പെക്ടേഷന് വിരുദ്ധമായി അത് സംഭവിച്ചിരിക്കുന്നു. ഹീ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. എങ്ങനെ പറയാം? ഹീ ഈസ് ഓൾറെഡി ലെഫ്റ്റ്.
ഇപ്പോഴാണ് വരുന്നത്. ഹീസ് ഓൾറെഡി ലെഫ്റ്റ്. ഓൾറെഡി മനസ്സിലായില്ലേ? അടുത്തത് യെറ്റ്, ഇതുവരെ എന്നുള്ള അർത്ഥം. അൺടിൽ നൗ. ഇതെന്തിനെ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കാം. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിലെ പോലെ അല്ല. ഇതുവരെ എന്നൊക്കെയുള്ള അർത്ഥമാണ് യെറ്റിന്. പക്ഷേ മലയാളത്തിലെ പോലെ അല്ല ഇത് യൂസ് ചെയ്യാം. നെഗറ്റീവ് സെൻസസിൽ യൂസ് ചെയ്യാം. അപ്പം തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കല്ല് കടിച്ചൊരു പ്രതീതി ഉണ്ടാവാറുണ്ട്. ഞാൻ കോഴ്സിൽ പഠിപ്പിക്കുമ്പോഴേ എത്ര അങ്ങോട്ട് പറഞ്ഞാൽ അല്ല. മലയാളവും ഇംഗ്ലീഷും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദത്തെടുത്ത പോലും ഒരു അമ്മയല്ല. വേറെ വേറെ അമ്മമാരും വേറെ വേറെ അച്ഛന്മാരും വേറെ വേറെ ആൻറ്റിമാരും ഉള്ള 2 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ്. അതിൽ കയറിയിട്ട് മലയാളത്തിൽ ഇങ്ങനെ അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയാം. അതെന്താ കാരണം? നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചു. ഞാൻ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുതെന്ന്, അല്ലേ? എത്ര തവണ പറഞ്ഞാലും കേൾക്കും നിങ്ങൾ ഇല്ല. പിന്നെ എന്നോട് ഒന്ന് ചോദിക്കും മലയാളത്തിൽ ഇങ്ങനെയല്ലേന്ന്. അപ്പോൾ ഞാൻ മലയാളമാണോ പഠിപ്പിക്കണേ? ആ 2-3 മലയാളം വാക്കുകളൊക്കെ തത്തി കളിച്ചു അഭികാമ്യം എന്നൊക്കെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞാൽ മലയാളം അല്ല പഠിപ്പിക്കണേ, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് വേറെ ഒരു ഭാഷയാണ്, അല്ലേ? എവിടെയുള്ള ഭാഷയാണ്? ഇംഗ്ലണ്ടിലുണ്ടായ ഭാഷ. അപ്പം നമ്മൾ അതിങ്ങനെയല്ലേ മലയാളം പോലെ ആയിരിക്കണം എന്ന് വാശി പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഏറ്റെടുത്ത് പഠിപ്പിക്കണം. എനിക്ക് എന്ത് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ അത് ഓരോ വാക്കെടുത്ത് പഠിപ്പിക്കാൻ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് ഞാൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ യെറ്റ് പൊതുവെ ചോദ്യങ്ങളിലും നെഗറ്റീവിലുമാണ് കൂടുതൽ യൂസ് ചെയ്യുക. മഴ നിന്നോ എന്ന് ചോദിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റിൽ അങ്ങോട്ട് ചോദിച്ചോളൂ. ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് യെറ്റ് എന്ന് ചോദിക്കാം. എന്നുവെച്ചാൽ ഇതുവരെ മഴ നിന്നില്ലേ എന്നല്ല ചോദിക്കേണ്ടതെന്ന് ചോദിക്കും. മഴ നിന്നോ എന്നുള്ള രീതിയിലും ചോദിക്കാം. അതാണ് ഇംഗ്ലീഷ്. ഹം മലയാളം നെഹി ഹേ, ഹം ഇംഗ്ലീഷ് ബതാത്തെ ഹേ ഹം പേ. ഇംഗ്ലീഷാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിക്കാത്തെ ഹേ, ബതാത്തെ അല്ല. ഇംഗ്ലീഷ് സിക്കാത്തെ സമയ ഇംഗ്ലീഷ് സീഖന, കേട്ടോ. ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് യെറ്റ്. ഇമെയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അയച്ചിട്ടില്ല. എന്താ പറയുക? ഐ ഹവ് റിട്ടൺ ദ ഇമെയിൽ ബട്ട് ഐ ഹാവൻറ്റ് സെൻഡ് ഇറ്റ് യെറ്റ്. ഇതുവരെ ചെയ്തില്ല ഹേ. അപ്പം നമ്മൾ യെറ്റ് ഇടുക. ആ യെറ്റ് ഇടുമ്പോഴേക്ക് ആ ഒരു സുഖം വരണുണ്ടോ? ഐ ഹവ് റിട്ടൺ ദ ഇമെയിൽ ബട്ട് ഐ ഹാവൻറ്റ് സെൻഡ് ഇറ്റ് യെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും. ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളൂ, പക്ഷെ ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനത്തെ പലരും അറിയാം. ഞാൻ യെറ്റിട്ടിട്ട് പറയും. എനിക്ക് ദേഷ്യം വരും. ഇതൊന്നും ചെയ്യില്ല. പിന്നെ 5-6 തവണ പുറകെ കിടക്കണം. നീ അയച്ചോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അവരോട് യെറ്റിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കുക. അതെ, നീ എത്ര യെറ്റിടും? ഞാൻ അടുത്ത തവണ ചോദിക്കുമ്പോഴേക്കും നീ യെറ്റിടാണ്ട് അയച്ചു എന്ന് പറയുമോ? യെറ്റ് മനസ്സിലായോ? ഇപ്പം ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ ഇടുമ്പോഴേ മഴ പെയ്തു നിന്നോ, ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് എന്ന് ചോദിക്കുള്ളൂ. അവിടെ യെറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. യെറ്റിടാന്നാണ് ഇംഗ്ലീഷിൽ പറയണം, കേട്ടോ. സമാധാനിക്കുന്നു. എന്നിട്ട് യെറ്റ് ഇടുക. ഹാസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് യെറ്റ്? ഓക്കെ. ഐ ഹവ് റിട്ടൺ ദ ഇമെയിൽ ബട്ട് ഐ ഹാവൻറ്റ് സെൻഡ് ഇറ്റ് യെറ്റ്. ഇതുവരെ ഞാൻ അയച്ചിട്ടില്ല, അയക്കും എന്നുള്ളൊരു ധ്വനി അവിടെയുണ്ട്. ധ്വനി. ഓക്കെ. അടുത്ത ഹോംവർക്കിൻ്റെ ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളോട് ചോദിച്ച് ഇന്നത്തെ ക്ലാസ് നമ്മൾ പര്യവസാനിപ്പിക്കുന്നതാണ്. ഒക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞു. ഓക്കെ. ആഫ്റ്റർ ലഞ്ച് യു ഗോ ടു സീ എ ഫ്രണ്ട് അറ്റ് ഹർ ഹൗസ്. അർത്ഥം എന്താ? ഞം ഉച്ചയ്ക്ക് ഞണ്ണിയ ശേഷം നിങ്ങൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ പോവാണ്. ആഫ്റ്റർ ലഞ്ച് യു ഗോ ടു സീ എ ഫ്രണ്ട് അറ്റ് ഹർ ഹൗസ്. ഷീ സെസ് വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? അവൾ മധുരമായി മൊഴിഞ്ഞു. എന്തെങ്കിലും ഞണ്ണാൻ താല്പര്യമുണ്ടോ? കഴിക്കാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? യു സേ നോ താങ്ക് യു, ഞാനിപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ. ഐ ഹവ് ജസ്റ്റ്. അത് നമ്മൾ ഹാവ് ലഞ്ചിൻ്റെ കറക്റ്റ് ഫോം അവിടെ കയറ്റിയിടുക, കേട്ടോ. ഐ ഹവ് ജസ്റ്റ്. ബാക്കി ഫില്ല് ചെയ്യുക. അതിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയേണ്ടത് ഹാവ് ലഞ്ചിൻ്റെ കറക്റ്റ് ഫോം ഇടുക. ഐ ഹവ് ജസ്റ്റ്. ഓക്കെ. ഇതിൽ ഹാവിൻ്റെ ഒക്കെ V3 യൂസ് ചെയ്യണം. അറിയോ ഏതാന്ന്? അറിയില്ലേ? ഓക്കെ. ആരോടും പറയണ്ട, കറക്റ്റായിട്ട് എഴുതണേ. അടുത്തത് സാം പുറത്തേക്ക് പോകുന്നു. സാം ഗോസ് ഔട്ട്. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ പറയണേ? സാം പുറത്ത് പോവുകയാണെങ്കിൽ സാം ഈസ് ഗോയിങ് ഔട്ട് എന്നല്ലേ പറയണ്ടേ? കേട്ടോ, കഥ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. സാം ഗോസ് ഔട്ട്. ഇപ്പോൾ ക്യാമറ അപ്പോൾ അവിടെ വെച്ച് സൂം ചെയ്യൂ, അങ്ങനെ കേട്ടോ. അപ്പോൾ കഥ പറയുമ്പോൾ നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റ് ഇങ്ങനെ പറയാം. ഇങ്ങനെ സംഭവിക്കുന്നു, അത് കഴിഞ്ഞ് നീ ഇപ്പത്തേക്ക് വരുന്നു, അത് കഴിഞ്ഞ് നീ അവൻ്റെ വലത്തെ ചെവിയിൽ ഒരു അടി കൊടുക്കുന്നു, അങ്ങനെ നമ്മൾ പറയില്ലേ? അതൊക്കെ സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. സാം ഗോസ് ഔട്ട്. 5 minutes later the phone rings. കിറും 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 ആൻഡ് ദ കോളർ സേസ്. കോളർ എന്താ പറയണേ? കെൻ ഐ സ്പീക്ക് ടു സാം? സാമിനോട് സംസാരിക്കാൻ പറ്റുമോ?
അപ്പം നിങ്ങൾ പറയുന്നു ഐ എം അഫ്രേഡ് ഹീസ് ജസ്റ്റ് ഗോ ഔട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോം വെച്ച് ഫില്ല് ചെയ്യാം. ഗോയുടെ V3 അറിയാലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഹി ഹാസ് ജസ്റ്റ് അല്ലെങ്കിൽ ഹി ജസ്റ്റ് രണ്ട് രീതിയിൽ പറയാം, രണ്ട് ടെൻസ് യൂസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ടെൻസ് നിങ്ങൾ യൂസ് ചെയ്യും. രണ്ടെണ്ണമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നും യൂസ് ചെയ്യില്ല. ഓക്കെ, ഞാൻ കറക്റ്റ് മാർക്ക് തരാം, കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി, രണ്ടിലേതെങ്കിലും ഒരെണ്ണം. അടുത്തത്, യു ആർ ഈറ്റിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ ഭോജനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ. ദ വെയിറ്റർ തിങ്സ് യു ഹാവ് ഫിനിഷ്ഡ്. ഈ വെയിറ്റർമാരുടെ സ്ഥിരം പരിപാടിയാണ്. നമ്മൾ അതൊക്കെ വെച്ച് അടുത്തൊരു സംസാരം കഴിഞ്ഞ് കഴിക്കാന്നുള്ളേക്കും വെയിറ്റർ വിചാരിക്കും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ആൻഡ് സ്റ്റാർട്ട്സ് ടു ടേക്ക് യുവർ പ്ലേറ്റ് അവേ. എന്നിട്ട് പ്ലേറ്റ് എടുത്ത് പോകാൻ നിൽക്കുക. കാരണം ഒരു ദേഷ്യം വരും. അപ്പോൾ എന്താ പറയുക, ഒരു സെക്കൻഡേ, വെയിറ്റ് എ മിനിറ്റ്, ഐ നോട്ട് ഫിനിഷ് യെറ്റ്. എന്താ പറയാന്ന് വെച്ചാൽ അതവിടെ എഴുതുക. ഈ അവസാനത്തെ സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ഈ കഥ മുഴുവൻ എഴുതണ്ട കേട്ടോ. എഴുതാൻ താല്പര്യമുള്ള എഴുതിക്കോളൂ, വായിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അടുത്തത്, ബിൻ ആണോ ഗോൺ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം. രാധ ഇവിടെ ഇല്ല. രാധ ഇസ് ഇൻ ഹിയർ അറ്റ് ദ മോമെൻറ്റ്. പേരൊന്നും ഇപ്പോൾ ഇടാറില്ല കുട്ടികൾക്ക്, രാധ എന്നൊന്നും. നല്ല പേരല്ലേ. രാധ ഇസ് ഇൻ ഹിയർ അറ്റ് ദ മോമെൻറ്റ്. ഈ സമയത്ത് ഇവിടെ ഈ നിങ്ങൾ ഈ പറയണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാധ ഇവിടെ ഇല്ല. എനിക്കറിയില്ല അവൾ എവിടെയാണ് പോയിരിക്കുന്നതെന്ന്. ഐ ഡോണ്ട് നോ വേർ ഷീ. കറക്റ്റായിട്ട് ബിന്നാണോ ഹാസ് ബിൻ ആണോ ഹാസ് ഗോൺ ആണോ എന്ന് വെച്ചാൽ അവിടെ എഴുതുക. നിങ്ങൾ ലേറ്റ് ആയിരിക്കുന്നു. യു ആർ വെരി ലേറ്റ്. എവിടെയായിരുന്നു ഇത്ര നേരം? വേർ ഹാവ് യു? ഇവിടെ ബിൻ ആണോ ഗോൺ ആണോ? എല്ലാ സമയത്തും പോവുക എന്നുള്ള അർത്ഥം തന്നെ ബിന്ന് വരണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ബിൻ എന്ന് പറഞ്ഞാൽ ബിയുടെ V3 കൂടിയാണ്. അതൊന്ന് ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യത്തിന് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതുമോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഡിസംബറിലേക്ക് ഇങ്ങനെ ക്രിസ്മസിലേക്കൊക്കെ ഇങ്ങനെ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ തന്നെ എടുക്കുന്ന ഒരു കോഴ്സുണ്ട്. 90 ഡേ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സുണ്ട്. പൊതുവെ പ്രൊഫഷണൽസാണ് എടുക്കുന്നത്. ആ കോഴ്സ് നമുക്ക് ഒരു 3 മാസം കൊണ്ട് കോഴ്സ് തീർത്ത് പിന്നെ അതിൻ്റെ പ്രാക്ടീസ് ഒരു 3 months കൂടെ ചെയ്താൽ നമ്മൾ നല്ല ഫ്ലുവൻ്റായി ചെറപറ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ മാറും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, easyenglishwithvinny@gmail.com. ഇനി നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു പാവ അമ്മയാണ്, അല്ലെങ്കിൽ അമ്മൂമ്മയാണ്, അല്ലെങ്കിൽ അപ്പൂപ്പനാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നില്ല, എവിടെയെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് കാരണം നിങ്ങളുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കാരണം കൊച്ചുമക്കളെല്ലാം യെസ് ഗ്രാനി വാട്സാപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പിടിച്ച് നിൽക്കാൻ കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് കൂടിയേ തീരുമെന്നൊരു ഒരു ബോധം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, സാധാരണ ഈ ഗ്രാമർ ക്ലാസ്സൊക്കെ പഠിച്ച് ഇതൊന്നും എന്നെക്കൊണ്ട് എത്തില്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുട്ടികളൊക്കെ ലാംഗ്വേജസ് പിക്ക് ചെയ്യുന്ന ആ മെത്തേഡിൽ വാട്സാപ്പിൽ ഒരു ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. നല്ല കോഴ്സാണ്, സിമ്പിളായ കോഴ്സാണ്. ഗ്രാമർ പഠിക്കാണ്. സിമ്പിളായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അധ്വാനിക്കുന്നു വേണ്ടി രാവിലെ ഓരോ ഗുളിക പോലെ ഓരോന്നിങ്ങനെ കഴിക്കുക, അപ്പോഴേക്ക് റെഡി ആവും എന്നുള്ള അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പണിയെടുക്കണം. ഞാൻ പറയുന്ന പണിയെടുത്താൽ മതി, കുറേ പണിയെടുക്കണ്ട. ഞാൻ പറയുന്ന പണിയെടുക്കുക. റിസോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ തരും, പ്രാക്ടീസിലൊക്കെ ഞാൻ തരും. 30 ദിവസം കൊണ്ട് നമുക്കൊന്ന് ബുദ്ധിയെ മാറ്റി മറിക്കാം, ബ്രെയിനിനെ ഒന്ന് ഇംഗ്ലീഷിൽ റീവയർ ചെയ്തെടുക്കാം. ഈ കോഴ്സ് എടുത്തിട്ട് കഴിഞ്ഞ ബാച്ചിലത്തെ ഒരു കുട്ടി പറഞ്ഞാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഞാൻ പണ്ടിങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കില്ല, നമ്മൾ ഒരു കറി അല്ലെങ്കിൽ ഓരോ പരിപാടിയൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കില്ലേ. ഇപ്പം എല്ലാ ചിന്തകളും ഇംഗ്ലീഷിലാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കിനാശേരി, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗ്രാമർ പഠിച്ചു അല്ലെങ്കിൽ കോഴ്സിലൊക്കെ ചേർന്നല്ലോ, പക്ഷേ ഗ്രാമർ പഠിച്ചിട്ട് റെഡി ആവണില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഈ കോഴ്സ് എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ ജസ്റ്റ് ഹായ് വിനി എന്ന് പറയാം. അപ്പോൾ ഞാൻ ഓട്ടോമേറ്റഡ് ആയിട്ടൊരു മെസ്സേജ് വരും. കാരണം ഞാനിതൊന്ന് കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവർക്കും കൂടെ റിപ്ലൈ അയക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കാറുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ സ്പെസിഫിക് ആയി എന്തെങ്കിലും ചോദിച്ചാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാറുണ്ട്. ആദ്യം വരുന്ന മെസ്സേജ് കണ്ടിട്ട് ഞാൻ ഇതല്ലല്ലോ ചോദിച്ചത് വിനി എന്നൊക്കെ പലരും പറയാറുണ്ട്. ഞാൻ നോക്കും. ഇത്തിരി സമയം, കൊഞ്ചം ടൈം, കൊഞ്ചം പേഷ്യൻസ് എനിക്ക് തരണം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര എഫേർട്ട് ഇട്ടതാണോ. ഇത് മുഴുവൻ ഞാൻ സ്വന്തം കൈകൊണ്ട്, ഈ കൈകളുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തുണ്ടാക്കി. എല്ലാം എൻ്റെ സ്വന്തം ഡിസൈനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ പല സ്ഥലത്തും പല സാധനവും കണ്ടിട്ട് ഇതെനിക്ക് കൊള്ളാം, പക്ഷേ അതിൽ ഈ സാധനം എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ പറഞ്ഞ് ഞാൻ കുറേ എൻ്റെ ഓൺ
രീതിയിൽ അതിനെ മാറ്റി ഇൻസ്പിറേഷൻ കുറേ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ ലവ് യു വിനി എന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം വീണ്ടും കാണാതെ വരേക്കും. ബൈ.